മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവർ വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളുണ്ട്. ഒരു ഓട്ടവുമില്ല, ഒരു വിഷമവുമില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ NDA സ്ഥാനാർത്ഥികളുടെ കോമഡികൾ അവസാനിക്കുന്നില്ല. ഇവര് 8 നില പൊട്ടുമെന്ന് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തോറ്റു കഴിഞ്ഞ് ഈ ന്യായീകരണമായിട്ട് വരുമല്ലോ, അതിനും വന്നിട്ടുണ്ട് പുള്ളിക്കാർ. ഇവരെല്ലാരും ആരൊക്കെയാണ് ഈ NDA സ്ഥാനാർത്ഥികളൊന്നും ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ അഖിൽ മാരാരും അഞ്ജലി നായരും ഒക്കെ തന്നെ. എന്തൊക്കെ കണക്കൂട്ടലായിരുന്നു ഈ അഖിൽ മാരാർ. എന്നിട്ട് റിസൾട്ട് വന്നപ്പോ എന്താ ഉണ്ടായത് നമ്മൾ കണ്ടേ. കണ്ടം വഴി എന്തായാലും ഓടേണ്ടി വന്നു മാരാർക്ക്. ഈ കണ്ടം വഴി ഓടിയ മാരാരാണ് ഇപ്പൊ ന്യായീകരണമായിട്ട് വന്നത്. മാരാരുടെ ഒരു വീഡിയോ നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. 20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢി അല്ലാതാണെന്ന് തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. ജയിക്കാൻ തോന്നുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകാനായിരുന്നു ശ്രമം. ഇനിയും സജീവമായി 2020 തുടരുമെന്നും അഖിൽ മാരാർ 24നോട് പറഞ്ഞു. ലിഡിയ ജേക്കബിന്റെ റിപ്പോർട്ടിലേക്ക്. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാറാണ് 24നൊപ്പം ചേരുന്നത്. അഖിലെ, ഉമാ തോമസ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അഖിൽ പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് പിന്നെ ബിഗ് ബോസ്. അതിൽ നിന്നും ഫസ്റ്റ് ഒന്നാമതായി ജയിച്ചു വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്തായാലും ഈ വോട്ടിലും തെരഞ്ഞെടുപ്പിലും തോക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ പൊങ്ങച്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ അഖിൽമാർ. എന്നിട്ട് ഇപ്പൊ തോറ്റു കഴിഞ്ഞപ്പോ കണ്ടില്ല, അഖിൽമാരാർ എന്ന വ്യക്തിയല്ല പോലും മത്സരിച്ചത്. മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. അഖിൽ വലിയ രീതിയിൽ കാടളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും 2020 പിഴച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ 8 നില പൊട്ടിയത്. വിജയിക്കുന്നത് വോട്ട് 2ാം സ്ഥാനത്തെങ്കിലും വന്നു. 2020 പിഴച്ചിട്ടില്ല പോലും. അല്ല, എന്താണ് ആക്ഷാൻ ഉദ്ദേശിച്ചെന്നുള്ളതൊന്ന് വ്യക്തമാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു. ഒന്ന് മയത്തിലൊക്കെ ന്യായീകരിക്കേണ്ട മാരാരെ. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ, 2 അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. അപ്പൊ എന്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അഖിൽ മാരാർ ശക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലുണ്ടാവും, തൃക്കാക്കരയിൽ സജീവമായി ഉണ്ടാകും എന്നാണ് അഖിൽ പറയുന്നത്. ഉണ്ടായത് തന്നെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇനി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഈ തൃക്കാക്കരയുടെ 7 അയലത്ത് പോലും പുള്ളിക്കാരനെ കാണാൻ പറ്റും. എന്നാൽ എന്തൊക്കെ പ്രഹസനമായിരുന്നു. ഞാൻ ജയിക്കുമെന്നും പറഞ്ഞ് പാട്ടും പാടി നടന്നിരുന്ന ആളാണ്. ഇപ്പൊ പറയുന്ന കേട്ടില്ല, അണികൾക്ക് ആവേശം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജയിക്കുമെന്നും പറഞ്ഞ് നടന്നത്. ഓപ്പാണ്. ശരിക്കും ചേട്ടൻ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ബിഗ് ബോസ് ജയിച്ചില്ല, അതുകൊണ്ട് ഇലക്ഷൻ എന്തായാലും ജയിക്കുമെന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ. എന്നിട്ട് ഇപ്പൊ തോറ്റപ്പം ഈ ന്യായീകരിച്ചുകൊണ്ട് വന്നേക്കുന്നു. ലേശം ഉളുപ്പുണ്ട്. അപ്പൊ എന്തൊക്കെ ന്യായീകരണങ്ങളാണോ ഇനി അടുത്തത്, പിന്നെ എന്തൊക്കെ ന്യായീകരണങ്ങളാണോ എന്തായാലും ഇനി അടുത്ത ആരാണെന്ന് നോക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലി നായരാണ്. ഫുൾ കോമഡി വൈബിലാണ് പുള്ളിക്കാരി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ട്രോളർമാർക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരമാണ്. ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുകളൊക്കെ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം എന്നെയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിടുന്നത് കൊണ്ടും എല്ലാവരും അത് റീപോസ്റ്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ വീഡിയോസുകളും പോസ്റ്റുകളും കണ്ടു. എന്തായാലും അത്തരത്തിലുള്ള എൻജോയ് മാത്രമല്ല, അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റികളും എനിക്ക് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് കേട്ടാ മതി. എന്തായാലും സന്തോഷമായി. ഞാനും കുറെ ട്രോൾ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഗുണം മാത്രം ഉണ്ടായിട്ടുള്ളതെന്ന് കേട്ടപ്പോ വലിയ സന്തോഷമുണ്ട്. ഇനിയും ലൈസൻസ് തന്ന സ്ഥിതിക്ക് അറഞ്ഞം പുറഞ്ഞും ഒക്കെ ട്രോൾ അല്ലല്ലേ. ചേച്ചിക്ക് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തായാലും ഇനിയും ചേച്ചിക്ക് ഗുണമുള്ള ട്രോളുകളൊക്കെ ആയിട്ട് ഞാൻ വരാൻ കേട്ടോ. എന്തായാലും ചേച്ചിക്ക് സന്തോഷമല്ലേ, ചിരിച്ചോ കേട്ടോ. അതിനുവേണ്ടി സമയം കണ്ടെത്തിയാണ് ഒന്നും അല്ല. എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയ ഓരോ ട്രോളർമാർക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. പിന്നെ അതിലുപരി ഇപ്പം അതിലും ഗംഭീരമായൊരു വീഡിയോ ഒരു പോസ്റ്റ് ഷെയർ ആവുന്നുണ്ട്. അതായത് എന്റെ ഇലക്ഷന്റെ തുടക്ക സമയത്ത് ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിരുന്നിട്ട് ഒരു 2-3 ദിവസമായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ട്രോളെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ നാലിങ്ങനെ ഒരുപാട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ അത് പറഞ്ഞിട്ട് എനിക്ക് 1 മാസം കഴിഞ്ഞു. 1 മാസത്തിൽ 1.5 മാസത്തോളം ആയിരുന്നു അല്ലേ, അത്രയും ആയും തോന്നുന്നു ഇപ്പൊ ഇലക്ഷന്റെ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ.
അത് വന്നിട്ട് ഇപ്പോ ആ വാചകങ്ങള് ഇപ്പോ അത് കൃത്യമായിട്ട് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ഷന് തോറ്റതിന് ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്റെ അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് ഒരു ചാനലിൽ ജസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്ത സമയത്ത് ഉണ്ടായ 1-2 കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്ലീഡുകൾ എത്തുമ്പോൾ നമുക്കത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരോടും സന്തോഷം തന്നെയുള്ളൂ. നമുക്കത് പ്രത്യേകം പറയണം, ഇത് കണ്ടിട്ടൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല കേട്ടോ. ഒരു തരത്തിലുള്ള എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങള് ഇതിന്റെ ഒരു ഭാഗവത്തായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളിലും മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവർ വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളുണ്ട്. ഒരു ഓട്ടവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാക്കി തരാം. താങ്ക് യു. ഓ, എന്ത് തങ്കപ്പെട്ട ചേച്ചിയല്ല. അല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് നിന്ന് തരാൻ പോലും ചേച്ചി തയ്യാറാണ്. എന്നെ ട്രോളിൽ കൊന്നാലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ചിരിച്ചു കണ്ടാൽ മതി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും പുള്ളിക്കാരി ഏറ്റിട്ടുണ്ട്, നല്ല എന്റർടൈൻമെന്റ് ഉണ്ടാക്കി തരാം. എന്തായാലും ചേച്ചി മുത്താണ് കേട്ടോ. ഇങ്ങനെ ട്രോളുമ്പോ കുറച്ച് സങ്കടമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചിക്ക് ഗുണമുള്ള കാര്യമാകുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുക? വളരെ നല്ല റെസ്പോണ്ട് ആയിരുന്നു. കാരണം 30,000 വോട്ട്സ് കിട്ടുക, എന്നെ പോലത്തെ പുതിയ ആൾക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പിന്നെ പൊതുവേ ആ ഒരു UDF തരംഗം തൃപ്പൂണിത്തുറയിലും അലയടിച്ചു എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഈ ഒരു പൊതുവെ വോട്ടിംഗ് ശതമാനം വരുത്തുമ്പോൾ 2020യും അതോടൊപ്പം തന്നെ NDA BJP ഒരുമിച്ച് മത്സരിച്ച ഒരു ഇതാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അത് BJPക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു 30,000 വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ 2020 BJP ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ഗുണം കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇതിന് മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ അതിൽ നിന്നും ഏറെ ഗ്രാഫ് വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം വോട്ട് കിട്ടിയല്ല. എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ വർഷത്തെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 23,000 സംതിങ് എന്തോ ആണ്. ഇത്തവണ അഞ്ജലിക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 29,000 സംതിങ്. അതായത് കഴിഞ്ഞ തവണത്തെക്കാളും ഒരു 6,000 വോട്ട് കൂടുതൽ. മാറിയ രാഷ്ട്രീയ സ്വാധീനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇതിലും കൂടുതൽ വോട്ട് കിട്ടേണ്ടതാണ്. എന്നിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ മാർജിനിൽ വോട്ട് നേടാൻ പറ്റിയെന്നൊക്കെ പറയുന്നത്. ആ ഒരു വോട്ട് അങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ലോ. ഞാൻ പുതിയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. ഇതേപോലൊരു അലയൻസിന് ശേഷം ഉണ്ടായ ഒരു ഇലക്ഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 30,000 വോട്ടും എനിക്ക് പുതിയ വോട്ടുകളാണ്. വീണ്ടും അവർ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു 30,000 പേര് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ ഇപ്പോൾ ചിഹ്നം ചക്കയായിരുന്നു ചിഹ്നം. അപ്പോൾ ആ ചിഹ്നത്തിൽ ഇപ്പോൾ താമര ആണ്, BJPയെ സംബന്ധിച്ച് താമര ചിഹ്നമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ആ ചിഹ്നം ചക്കയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി BJP പ്രവർത്തകർക്ക് ഒരു മടി ഉണ്ടായി, അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. 1-2 പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞെങ്കിലും അവർ തന്നെ സാരമില്ല, അത് രണ്ടും ഒരുമിച്ചായതല്ലേ, അത് നമ്മളുടെ ആരുടെയും ഇൻഡിവിജ്വൽ തീരുമാനങ്ങളല്ലോ, മുകളിൽ നിന്ന് വന്ന തീരുമാനമാണല്ലോ, അപ്പോൾ അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ BJPക്കാർ തന്നെയാണ് ഇലക്ഷൻ നയിച്ചത് നിങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും എവിടെയും BJPക്കാരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അവർ ചാർട്ട് ചെയ്യുകയും അവർ കാര്യങ്ങൾ ചെയ്യുകയും അവർ നയിച്ചൊരു ഇലക്ഷൻ തന്നെയാണിത്. മറിച്ച് ഈ പേരിൽ അഞ്ജലി നായർ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായാലും ആ പേര് അത്തരത്തിൽ മാറ്റം വന്നതും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക എന്ന് പറയുന്ന ചിഹ്നം എല്ലാവരിലേക്കും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ് കേട്ടോ. ആ കാര്യത്തിൽ അഞ്ജലി ചേച്ചിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. എന്തായാലും ചക്കയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കയും കൊണ്ടുള്ള കോമാളിത്തരങ്ങൾ നമ്മൾ എന്തോരം കണ്ടതാണ്. എന്തായാലും ഇപ്പൊ എവിടെയെങ്കിലും ചക്ക കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന അഞ്ജലി ചേച്ചിയുടെ മുഖമാണ്. അതുകൊണ്ട് ചക്കയെ പോപ്പുലർ ആക്കിയതിന് ചേച്ചിയെ സമ്മതിച്ചേ പറ്റൂ. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? ചക്ക ഒരു ട്രോൾ മെറ്റീരിയൽ ആയതോടുകൂടി ചേച്ചിക്ക് ഒരു 30,000 വോട്ട് തികച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു പേരിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, എന്റെ പേര് എത്രയോ വർഷങ്ങളായിട്ട് അതായതുകൊണ്ടാണ് നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലും അതുപോലെ 2020 ഭാഗമായി ഇനിയും ഉണ്ടാവും, എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഇൻ ആൻഡ് അറൗണ്ട് ഇപ്പം ഇന്നലെയും ഞാൻ ഇതിന് ശേഷം വൈകുന്നേരം നമുക്ക് മറ്റ് BJP എന്താ പറയുക താമര വിരിഞ്ഞ ഏരിയ ആണെങ്കിലും അതിനൊക്കെ ഒരു ആഹ്ലാദ പ്രകടനം പോലെ തൃപ്പൂണിത്തുറയിൽ ഷോകളുണ്ടായിരുന്നു. ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ഒരു പ്രവർത്തകന്റെ ബർത്ത്ഡേ അവിടെ നിന്ന് തന്നെ ആഘോഷിച്ചു. ഞാനൊരു 8-9 മണി വരെ തൃപ്പൂണിത്തുറക്കാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും എന്തായാലും ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ ഇനിയും ഉണ്ടാവും എന്നാണ് ചേച്ചി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കാര്യം ചേച്ചി ഈ ഇലക്ഷന് വേണ്ടി മാത്രം നിന്നിരുന്നതാണ്. ഇനി പുള്ളിക്കാരിനെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. ഇനി ആരും ചേച്ചിനെ മൈൻഡ് പോലും ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി സിനിമയിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ പിന്നെ കഞ്ഞൂടി മുട്ടാതെ ജീവിച്ചു പോകും. എന്തായാലും അഞ്ജലി നായരും പിന്നെ നമ്മുടെ അഖിൽമാരും നിലം തൊടാതെ തോറ്റെന്നുള്ളത് ആ ഒരു പ്രവചനം ഉണ്ടല്ലോ, അതെന്തായാലും സത്യമായിട്ടുണ്ട്. ഇവരൊക്കെ തോക്കേണ്ടവര് തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവും. എന്തായാലും ഇതിന്റെയൊക്കെ ഇടയിൽ ഷോൺ ജോർജ് ഒരു വിവാദത്തിന്റെ ഇടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനെ കൊടുത്തിടത്തെല്ലാം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. എനിക്കൊരു സംശയമില്ല.
കാരണം ഇന്ന് ക്രൈസ്തവ വോട്ടർമാരിൽ 50% ആളുകൾ നരേന്ദ്രമോദി ആരാധിക്കുന്നവരാണ്. അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അല്ല, നരേന്ദ്രമോദിയുടെ പേര് മാറ്റി യേശു ക്രിസ്തു എന്നല്ല ആക്കിയോ? 50% ക്രിസ്ത്യാനികളും ബാക്കി നരേന്ദ്രമോദിയുമാണ് ആരാധിക്കുന്നത്. ഇനി നരേന്ദ്രമോദി എങ്ങാനും യേശുവിന്റെ അവതാരമാണെന്ന് വല്ലതും പറയുമോ? ഏക ദൈവം യേശു ആണെന്ന് വിശ്വസിക്കുന്ന കൂട്ടം ആൾക്കാരാണ് ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. മോദിയെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഷോൺ ജോർജിന് നല്ല പൊങ്കാലയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില കമന്റ്സ് ഞാൻ ഇവിടെ കൊടുക്കാം. നാറി, നീ ഒരു ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. അവർ ആരാധിക്കുന്ന ഒരു ദൈവത്തെ അത് ക്രിസ്തു ആണ്, അല്ലാതെ നീ പറയുന്ന മോദിയല്ല. നിനക്ക് നാണമില്ലേ? ഷോൺ ജോർജ് വെറും ചെറ്റയാണ് എന്ന് മനസ്സിലായി. അത് നീയും നിന്റെ അപ്പനും മാത്രമേ പറയൂളേ. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ മാത്രമേ മോദിയെ ആരാധിക്കൂ, അതും തീട്ടവും മൂത്രവും കഴിക്കുന്നവർ മാത്രം. ഒരു കോമാളിയെ ആരാധിക്കാനും മാത്രം വിഡ്ഢികളല്ല ക്രൈസ്തവർ. വെള്ളത്താടി കണ്ടിട്ടാണ് നീ അങ്ങനെ പറയുന്നതെങ്കിൽ സാന്താക്ലോസിനെ ആക്കും നാട്ടുകാർ ഉദ്ദേശിച്ചത്. നീയും നിന്റെ തന്തയും ആരാധിച്ചോ? മറ്റുള്ളവരുടെ കാര്യം നീ തീരുമാനിക്കണ്ട. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ നിനക്കും നിന്റെ തന്ത എന്ന് പറയുന്നവനും മടിയില്ല. മറ്റുള്ളവർ അങ്ങനെ അല്ലടാ. എല്ലാ ക്രിസ്ത്യാനികൾക്കും നിന്നെപ്പോലെ പല തന്ത അല്ല ഡാഷ് ഷോണെ. നിന്റെ തന്തയല്ല അവരുടെ തന്ത. തന്തയെക്കാളും വലിയ പൂഞ്ഞാറ്റിലെന്ന് മാറി. നല്ല തെറിയാണ് പുള്ളിക്കാരന്റെ കമന്റ് ബോക്സിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലിരിക്കൊണ്ടാണ്, വേറൊന്നുമല്ല. ക്രിസ്ത്യാനികളെല്ലാം നരേന്ദ്രമോദിയാണ് ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? ഒരു ക്രിസ്ത്യാനികളെങ്കിലും വെറുതെ ഇരിക്കും. ക്രിസ്ത്യനോട്ടേഴ്സ് അറിയില്ല, കാരണം മൈഗ്രൻസ് ധാരാളമുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. വിദേശത്ത് പോകുന്ന ഓരോ ഇന്ത്യക്കാരനും മോദി ഭക്തരായി മാറും. ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ പറയാം, പാലായിൽ തന്നെ ആയിരക്കണക്കിന് വീടുകൾ എനിക്കറിയാം. വിദേശത്തുള്ള മക്കൾ വിളിച്ച് ഷോൺ നോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാരായ CPM-കാരായ മാണി ഗ്രൂപ്പുകാരായ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഷോൺ നോട്ട് ചെയ്യണം ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് കേസുകൾ. ഓഹോ, എന്നിട്ടാണല്ലോ തോറ്റത്. അച്ഛനും പൊട്ടി മകനും പൊട്ടി. എന്നിട്ടാണ് ഇപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർ വോട്ടും ചെയ്ത കണക്കും പറഞ്ഞു വന്നിരുന്നത്. പാലാ മണ്ഡലത്തിലാണ് പുള്ളിക്കാരൻ മത്സരിച്ചത്. അവിടെ ഭൂരിപക്ഷവും ക്രിസ്ത്യൻസ് ആണ്. ഇയാള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും മോദി ഭക്തന്മാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ടും എന്താണ് കുഞ്ഞാട് പൊട്ടിപ്പോയത്? ഉത്തരം ഉണ്ടാകത്തില്ല. വെറുതെ എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ചു പറയുന്നല്ലാതെ ഇവരെ കൊണ്ട് എന്തിനു പറ്റും? തന്തയും കണക്കിന് മോനും കണക്ക്. അവരൊക്കെ ബേസിക്കലി ഉള്ളിൽ അവര് BJP ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു ഷിഫ്റ്റ് ഒരു വലിയ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 13% ഞാൻ ഉറപ്പിച്ച് പറയുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 50% ക്രൈസ്തവർ BJP-യോടൊപ്പമായിരിക്കും. ഒരു സംശയം അല്ല. ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസിയാണ്, സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഞാനൊരു സഭാവിരുദ്ധനൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയോ ഷോൺ ജോർജോ PC ജോർജോ ഒന്നും സഭയ്ക്കെതിരല്ല, സഭയോട് ഒപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ അവിടെ ചില പുഴുക്കുത്തുകൾ വരുമ്പോൾ ഞങ്ങളത് പറഞ്ഞില്ലെങ്കിൽ അത് പറയുക എന്ന് പറയുന്നത് ആസ് എ ഞാനൊരു BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല. എന്നെ സംബന്ധിച്ചൊരു സഭാവിശ്വാസി എന്ന നിലയിൽ സഭ എന്ന് പറയുന്ന യേശുവിൻ്റെ തിരുശരീരമാണ്. അതിൻ്റെ ഭാഗമാണ് ഞാനും PC ജോർജൊക്കെ. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. അവിടെ പുഴുക്കുത്തുകൾ വരാൻ പാടില്ല. അവിടെയുള്ള ഏറ്റവും വലിയ പുഴുക്കുത്തുകളാണ് ഇവനും ഇവന്റെ അച്ഛനും. ഇതിന് വലിയ പുഴുക്കുത്തിന് എവിടെ നിന്ന് വരാനാണ്? എന്തായാലും ഇതിനിടയിൽ ഒരു പരാമർശവുമായി ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മി പ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചുതരാം. ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിറങ്ങാൻ BJP നേതാക്കൾ പോകരുതേ. എത്ര ചേർത്ത് പിടിച്ചാലും ഉരുട്ടിക്കൊടുത്താലും അവർ BJP-യെ പിന്തുണയ്ക്കില്ല. അനൂപ് ആന്റണി, ഷോൺ ജോർജ്, PC ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതാണ്. പകരം ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മ സഭ, ഗണകസഭ, NSS, SNDP, KPMS തുടങ്ങി എല്ലാ ഹിന്ദു സമാജങ്ങളെയും ചേർത്ത് പിടിക്കുക. അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പെൻഷനും മരുന്നിനുമുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോന്നോളും. മുസ്ലിം ലീഗും SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. മുന്നണിയിൽ ഇവർ 11-ഉം LDF മുന്നണിയിൽ ബാക്കി 11 കക്ഷികളും ഒരുമിച്ച് ചേരും. അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ BJP നേതൃത്വത്തിന് കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിന്റെ ഏകീകരണം ഉറപ്പുവരുത്തുക. അപ്പൊ ചേച്ചി പറയുന്നതൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടല്ലോ. ഇതാണ് BJP-കാരുടെ നിലവാരം എന്ന് പറയുന്നത്. ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ മതേതര കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് തോന്നുന്നു? അതൊന്നും ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും കൊള്ളാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.